പവിത്രം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വിക്രത്തിൻ്റെ അച്ഛൻ വിക്രത്തിനെ പറ്റി ആലോചിച്ച് വിഷമിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് വേദ പുറത്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വേദ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. എന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, വിക്രം ഒരു സമ്മാനം തന്നപ്പോൾ അച്ഛൻ അത് തട്ടിക്കളയാൻ പാടില്ലായിരുന്നു. അതെങ്ങനെയാണ് വിക്രം അച്ഛന് നൽകിയത്, എങ്ങനെയാണ് ആ കാശ് ഉണ്ടാക്കിയതെന്നൊക്കെ അറിയാവോ അച്ഛന് എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ അതിനെപ്പറ്റി അന്വേഷിച്ചായിരുന്നോ എന്നൊക്കെ വേദ വിക്രത്തിൻ്റെ അച്ഛനോട് ചോദിക്കുന്നു. ആ സമയത്ത് വിക്രത്തിൻ്റെ അച്ഛൻ പറയുവാണ്, അങ്ങനെ ഞാൻ ശ്രമിച്ചില്ല, അത് ശരിയാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ ഉള്ള പാഠങ്ങൾ കൊണ്ടാണ് ഞാൻ അത് അന്വേഷിക്കാൻ പോകാത്തത്. വിക്രം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയത്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വിക്രം മാറിയത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ള കാര്യം വേദ വിക്രത്തിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ വിക്രത്തിൻ്റെ പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും വിക്രത്തിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ അന്വേഷിക്കുകയും പറയാൻ എന്തിനാ ചെയ്യുന്നത്. പഴയ കാര്യങ്ങളൊന്നും വേദയോട് തുറന്നു പറയാൻ അവർ ശ്രമിക്കുന്നില്ലെങ്കിലും വേദ ആ സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കിയ മകൻ നാളെ നിങ്ങൾക്ക് തന്നെ തണലാവണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പഴയ കാര്യത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നതെന്ന് വേദ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. ഈ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ട്. വേദയോടൊന്നും തുറന്നു പറയാൻ തയ്യാറാകുന്നില്ലെങ്കിലും വേദയുടെ ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ കമലാമ്മ കെട്ടിപ്പിടിച്ച് കരയുവാണ് ചെയ്യുന്നത്. എന്നിട്ട് രാത്രി ഒരുപാട് വൈകിട്ടും വിക്രത്തിനെ കാണുന്നില്ല. അങ്ങനെ മുറിയിൽ തന്നെ വേദ വിക്രത്തിനെ കാത്തിരിക്കുവാണ് ചെയ്യുന്നത്. വിക്രം വരുന്നത് നോക്കി കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് രാത്രി ആയതിനു ശേഷമാണ് വിക്രം വീട്ടിലേക്ക് എത്തുന്നത്. ഭക്ഷണമൊന്നും കഴിക്കാതെ വിക്രം ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് തന്നെ വിക്രത്തിനെ കാത്തിരിക്കുവാണ് ചെയ്യുന്നത്. വിക്രം എത്തുന്നത് വരെയും വിക്രത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് വേദ. ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രൊമോ വിശേഷം.